നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വേടനെതിരെ പരാതി കൊടുത്ത ബി.ജെ.പിയുടെ നേതാവ് കൂടിയായിട്ടുള്ള മിനി കൃഷ്ണകുമാറിനോട് ബി.ജെ.പി വിശദീകരണം ചോദിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ചേച്ചി, ഈ വേടന്റെ വിഷയത്തിൽ ബി.ജെ.പിയിൽ രണ്ട് തട്ടുണ്ട്, അല്ലെങ്കിൽ വേടനെതിരെ പരാതി കൊടുത്തത് ശരിയല്ല, അതുകൊണ്ട് മിനി കൃഷ്ണകുമാറിനോട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ എന്താണ് യാഥാർത്ഥ്യം? രണ്ട് തട്ടായിട്ടുണ്ടോ ബി.ജെ.പി? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, കേരളത്തിലെ മാധ്യമങ്ങൾ ബി.ജെ.പിയെയോ ആർ.എസ്.എസിനെയോ ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തെ പറ്റിയോ അറിയാത്തവരാണ്. 90% പേരും അങ്ങനെ തന്നെയാണ് വാർത്ത കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഈ പ്രശ്നമുണ്ടായ സമയത്ത് ഒരു വാർത്ത നൽകിയിരിക്കുന്ന ഞാനും കണ്ടു. മിനി കൃഷ്ണകുമാറിനോട് വിശദീകരണം ചോദിച്ചു, മിനി കൃഷ്ണകുമാറിനോട് ഇനിയും പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല അത്തരം ഒരു പരാമർശം അവർക്ക് ലഭിച്ചതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമുള്ളതായിട്ടോ ഒരു തോന്നൽ എനിക്കില്ല. അതിന് കാരണം, ഇപ്പോൾ ബി.ജെ.പി അഭിപ്രായം പറയുന്ന ബി.ജെ.പി എന്ന രീതിയിലാണോ മിനി കൃഷ്ണകുമാർ പറഞ്ഞതെന്നുള്ളത് മറ്റൊരു കാര്യം. ബി.ജെ.പിയുടെ കൗൺസിലറാണ്. പക്ഷേ ഈ പരാതി നൽകിയത് നരേന്ദ്രമോദി അധിക്ഷേപിച്ചതിനാണ്. അപ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നൊക്കെ പറയാം. കൂടുതൽ വിസിബിലിറ്റി കൊടുക്കേണ്ട എന്നൊക്കെ അഭിപ്രായമുള്ളവരുണ്ട്. കാരണം ഈ വിഷയങ്ങൾ ചർച്ചയാക്കുന്നതിലൂടെ വേടൻ വീണ്ടും ഇപ്പോൾ ഇടതുപക്ഷക്കാർ വീണ്ടും വേടനെ എടുത്ത് കൊണ്ട് നടക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിസിബിലിറ്റി കൊടുക്കേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൽ ആദ്യം അഭിപ്രായം പറഞ്ഞത് ആരാണ്? ആദ്യം അഭിപ്രായം പറഞ്ഞത് എൻ.ആർ. മധുവാണ്, കേസരിയുടെ പത്രാധിപർ. അപ്പോൾ ആർ.എസ്.എസിന്റെ അഭിപ്രായമാണ് എൻ.ആർ. മധു പറയുന്നത്. പിന്നാലെ ഹിന്ദു ഐക്യവേദിയുടെ ശശികല ടീച്ചറും അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ഈ 2 അഭിപ്രായത്തിന് ശേഷമാണ് ഒരുപക്ഷെ പരാതിയുമായി മിനി കൃഷ്ണകുമാർ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ആർ.എസ്.എസിന് വിരുദ്ധമായ ഒരു നിലപാടോ അഭിപ്രായമോ ബി.ജെ.പി എടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ മിണ്ടാതിരുന്നേക്കാം, ആ അഭിപ്രായത്തിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി സംസാരിക്കാതിരുന്നേക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തു എന്നതിൻ്റെ പേരിൽ മിനി കൃഷ്ണകുമാറിനോട് മിണ്ടരുതെന്നും മിനി കൃഷ്ണകുമാറിന്റെ തല വെട്ടിക്കളയുമെന്നുള്ള അർത്ഥമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സംസ്ഥാന സമിതിയിൽ ഒരു നേതാവ്, വനിതാ നേതാവ് തന്നെ, വനിതാ നേതാവിന് ചില പ്രശ്നങ്ങൾ ഈ മിനി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ആ വനിതാ നേതാവ് ഒരു ആരോപണം, അതായത് പാർട്ടിയോട് കൂടിയാലോചിക്കാതെ ഒരു പരാതി നൽകി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ മിനി കൃഷ്ണകുമാറിനോടുള്ള ഈഗോ ആയിരിക്കാം. അന്ന് ചാനലുകളെല്ലാം നിറഞ്ഞു നിന്നതും അഭിപ്രായം പറഞ്ഞതും മിനി കൃഷ്ണകുമാറാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും രീതിയിൽ അവർ കയറി വരുമോ എന്ന് ഭയക്കുന്ന ചിലരുണ്ട്. ബി.ജെ.പിക്ക് പൊതുവിലുള്ളൊരു പ്രശ്നം, അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഒരാളും കഴിവുള്ള ഒരാളും വരുന്നതിനെ ആരും പ്രോത്സാഹിപ്പിക്കില്ല. പേഴ്സണൽ ഈഗോ ഉണ്ട്. ആ ഈഗോ ഉണ്ടാവുന്നത് സത്യം പറഞ്ഞാൽ കഴിവുകേടിൽ നിന്നാണ്. ഇപ്പോൾ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ മറ്റൊരാളെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് കഴിവുള്ളവരെ മാറ്റി നിർത്തുക, ഏതെങ്കിലുമൊക്കെ, അതൊരു ശീലമാണ് ബി.ജെ.പിയുടെ. ഇന്ന് വരെയുള്ള എൻ്റെ അറിവിലും ഇതിലുമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ശീലം. ബി.ജെ.പിയുടെ നേതാക്കന്മാർ ഇപ്പോൾ ഒരു അഭിപ്രായം രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അത് ഏറ്റുപാടും. വേണ്ട, അത് ശരിയല്ല, അതിനൊരു നിലപാടാണ്. അല്ലാതെ എന്താണ് അവരുടെ പ്രശ്നം? അല്ലാതെ റെക്ടിഫൈ ചെയ്യാനോ ഇപ്പോൾ ഒരു ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉന്നയിച്ചവരെ ചേർത്ത് നിർത്താനോ ഒന്നും കഴിയുന്നില്ല. ദേശീയ തലത്തിൽ അങ്ങനെയല്ല കേട്ടോ. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയെ കല്ലെറിഞ്ഞവരും ഒരു കാലത്ത് നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിച്ചവരും നരേന്ദ്രമോദിയെക്കുറിച്ച് ഏറ്റവും വൃത്തികെട്ട ആക്ഷേപം ഉന്നയിച്ചവരും നരേന്ദ്രമോദിയെ നരഭോജി എന്ന് വിളിച്ചവരും അത്തരത്തിലുള്ള എല്ലാ ആൾക്കാരെയും അവർ ചേർത്ത് നിർത്തുന്നുണ്ട്. കാരണം പുറത്തുനിന്ന് കല്ലെറിയുന്നതിലും നല്ലത് അകത്തേക്ക് വന്നാൽ അവർക്ക് എറിയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് ബി.ജെ.പിയുടെ ഘടകങ്ങൾ പലപ്പോഴും പോകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബി.ഡി.ജെ.എസിനെ എടുത്ത വിഷയത്തിലാണെങ്കിൽ പോലും ബി.ഡി.ജെ.എസ് നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയും ഒക്കെ ബി.ജെ.പി ഒരു കാലത്ത് നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ബി.ഡി.ജെ.എസ് എന്ന രാഷ്ട്രീയ സംഘടന ഉണ്ടാകുന്നത്. അന്ന് ബി.ഡി.ജെ.എസിനെ വേണോ എന്ന് അമിത്ഷായോട് ചോദിച്ചപ്പോൾ അമിത്ഷാ പറഞ്ഞ മറുപടി ഏതാണ്? ഏതായാലും അവർ പുറത്തുനിന്ന് കല്ലെറിയല്ലേ, അകത്ത് വന്ന് കണ്ട് മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ളവരെ ചേർത്ത് നിർത്താനുള്ള സംവിധാനങ്ങൾ ഓരോരുത്തരുടെയും ഈഗോയാണ്. ഓരോ സമയത്തും ബി.ജെ.പിയുടെ സ്ഥാനത്തെത്തുന്നവർ, ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റായി വരുന്നവർ, അവരുടെ കൂടെയുള്ളവർ, അവരുടെയൊക്കെ ഈഗോ ഓരോ തരത്തിൽ വർക്കൗട്ട് ചെയ്യാണ്. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് തീരുമാനിച്ച ഒരാളെ പാർട്ടിയിൽ എടുക്കാൻ തീരുമാനിച്ചാൽ പോലും താഴെത്തട്ടിലുള്ളവരുടെ ഈഗോ കാരണം ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു മർമ്മൻ ക്യാമ്പയിനായി സംസ്ഥാന പ്രസിഡന്റ് തലയിലെത്തുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് വേണ്ട എന്നൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനം അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വേടന്റെ പ്രോഗ്രാം നടന്നതാണല്ലോ ഏറ്റവും വലിയ വിഷയമായത്. വേടന്റെ പ്രോഗ്രാം പാലക്കാട് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ശശികല ടീച്ചർ ആരോപണം ഉന്നയിച്ചത്. അവിടുത്തെ നഗരസഭ, ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭയാണ് പട്ടികജാതി വികസന വകുപ്പിനോട് വേടന്റെ ഈ പ്രോഗ്രാം നടത്തിയപ്പോൾ ഉണ്ടായ നാശനഷ്ടം ഈടാക്കി തരണം, 2 ലക്ഷം രൂപ തരണം, പൊതുമുതൽ നശിപ്പിച്ചതിനെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവിടെയും ബി.ജെ.പിയുടെ നിലപാടാണല്ലോ അത്. അപ്പോൾ ബി.ജെ.പിക്ക് ഈ കാര്യത്തിൽ നിലപാടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ അത് തുറന്നു പറയുന്നുണ്ടാവില്ല. വേടനെ ഒരുപക്ഷെ
അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും എതിർക്കുന്നത് അത് രാഷ്ട്രീയത്തിന്റെ ഇതുകൊണ്ടൊന്നുമല്ല. ഞാൻ എതിർക്കുന്ന ഒരു ക്രിമിനൽ ആണെന്നുള്ളത് കൊണ്ടാണ്. നിരന്തരമായി കഞ്ചാവ് വെച്ച് ഇപ്പോൾ എൻ്റെ മകനല്ല, ആ കാര്യത്തിൽ നമ്മൾ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ മാതൃകയാക്കേണ്ടതാണ്. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ കഞ്ചാവ് അടിച്ച് ലഹരി ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിയ ശേഷം അയാൾ ഒരിക്കലും അയാളുടെ മകനായിട്ട് കൂടി അയാളെ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ വെള്ള തേച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ആത്യന്തികമായ ഗുണമുണ്ടാകുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരന് മാത്രമാണ്. കാരണം വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകനെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂടി ഈ പറഞ്ഞതോടെ ആ കാര്യങ്ങൾ പുറത്തു പറഞ്ഞതോടെ ആ കുട്ടി കൃത്യമായി ഇനി ഞാനത് ചെയ്യില്ല എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ പറയുകയും ആ കുട്ടിയെ ഒരു സമൂഹത്തിൽ തിരിച്ചു കിട്ടുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ മൂല്യമായിരുന്നു അത് തന്നെ, അദ്ദേഹത്തിന്റെ മൂല്യം. അത് ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വേടനെതിരെ പറഞ്ഞപ്പോൾ പലരും വന്ന് എന്നെ തെറി വിളിച്ചു. ഞാൻ ജാതീയത വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും വെച്ചിട്ടോ രാഷ്ട്രീയം വെച്ചിട്ടോ അല്ല പറയുന്നത്. ഇനി എൻ്റെ ശത്രുവായ രാഷ്ട്രീയക്കാരൻ്റെ മകനാണെങ്കിൽ പോലും കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ അവരുപയോഗിച്ചോട്ടെ നശിച്ചു പോകട്ടെ എന്ന നിലപാട് എനിക്കില്ല. ഞാൻ ഓരോ കുട്ടിയും കാണുന്നത് സമൂഹത്തിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള കുട്ടികളായിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് മിനിമം നമ്മൾ കാണിക്കേണ്ട മര്യാദ. ഇവിടെ വേടനെ കുറിച്ച് പറയുമ്പോൾ വേടനെ കള്ളു കുടിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്ത കാലത്തുണ്ടായി. വേടൻ മദ്യപിക്കുന്ന ഒരു സദസ്സ്, പാട്ടുപാടുന്നു, ചെറിയ കുട്ടികളടക്കം നോക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ രാസലഹരിക്കെതിരെ പറയുമ്പോൾ കേരളത്തിലെ കുടുംബങ്ങളിലുണ്ടായ തകർച്ച, കുടുംബങ്ങളിൽ പരസ്പര ബഹുമാനമില്ലാതായത് ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാണ്. പണ്ട് കാലത്ത് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പൊ അച്ഛനുണ്ടെങ്കിൽ മക്കളറിയില്ല, മക്കളുണ്ടെങ്കിൽ അച്ഛനറിയില്ല, അങ്ങനെയൊക്കെ വളരെ ഗോപ്യമായി ചെയ്തിരുന്നതാണ്. ഇന്ന് കുടുംബ സദസ്സുകളിൽ മദ്യവും കഞ്ചാവും MDMA ഒക്കെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ഇതായി മാറി. എന്നിട്ട് നമ്മൾ പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും മകനെ അടിക്കാൻ നിൽക്കുന്ന അച്ഛനെ അടിക്കാൻ നിൽക്കുന്ന മകൻ, സഹോദരിയെ കയറി പിടിക്കുന്ന സഹോദരൻ, മക്കളെ ദുരുപയോഗം ചെയ്യുന്ന അച്ഛൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഇത്തരത്തിലുള്ള രാസലഹരിയുടെ സ്വാധീനം കൊണ്ടാണ്. നമ്മളത് കുറച്ച് കാണരുത്. ഇവിടെയും വേടനെ പോലെ ഒരാൾ, ഇവർ പറയുന്നല്ലോ ഇൻഫ്ലുവൻസർ ആണ്, എല്ലാവരും വേടനെ കാണാൻ വരികയാണ്, എല്ലാവരും കേൾക്കാൻ വരികയാണ്. എല്ലാവരും വേടനെ കാണാൻ വരികയും കേൾക്കാൻ വരികയുമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്വാധീനം, അതായത് 2 തവണ കഞ്ചാവിന് പിടിച്ച 3 പ്രാവശ്യം 3 പെൺകുട്ടികൾ ബലാത്സംഗ ആരോപണം ഉന്നയിച്ച ഒരാളെ പ്രോത്സാഹിപ്പിക്കുക വഴി എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഈ ഇൻഫ്ലുവൻസർ സമൂഹത്തിന് നൽകുന്നത്? അയാൾ തിരുത്താമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ആദ്യത്തെ പ്രാവശ്യം പിടിച്ചപ്പോഴും അയാൾ തിരുത്താമെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നീട് പിടിച്ചപ്പോൾ തിരുത്തുക എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് തിരുത്തണ്ട എന്ന മെസ്സേജല്ലേ കൊടുക്കുന്നത്? കുറച്ചു കാലം അയാളെ മാറ്റി നിർത്തിയ ശേഷം, ഒന്നും വേണ്ട, ഒരു 6 മാസക്കാലം സർക്കാരിന്റെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ശേഷം അയാൾ നന്നായി എന്ന് ബോധ്യം വരുമ്പോൾ വിളിച്ചോട്ടെ. ഇവിടെ ശശികല ടീച്ചർ അടക്കം പറഞ്ഞത് എന്താണ്? ശശികല ടീച്ചർ അടക്കം പറഞ്ഞിട്ടുള്ളത് വേടന്റെ വിഷയത്തിൽ ഇത് പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് കൊണ്ടുള്ള പരിപാടിയാണ്. പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് കൊണ്ട് അവരുടെ ഗോത്രകലകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. സർക്കാരിന് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് എന്തിനാണ് എടുക്കുന്നത്? ഇത് ശരിക്കും പാലക്കാട് നടന്ന ഒരു രാഷ്ട്രീയ പരിപാടിയാണ്. ആ രാഷ്ട്രീയ പരിപാടിയിലേക്ക് പട്ടികജാതി പട്ടികജാതി വികസന വകുപ്പിനെ അവരുടെ ഉന്നമനത്തിന് വേണ്ട ഒരു വകുപ്പിന്റെ പണം, ആ പണം എടുത്ത് ചെലവാക്കിക്കൊണ്ട് വേടനെ വിളിച്ചത് തെറ്റാണ് എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത്. മാത്രമല്ല ടീച്ചർ പറഞ്ഞ കാര്യമുണ്ട്, അവരുടെ തനത് കലാരൂപങ്ങൾ ഒന്നും തന്നെ അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇനി അവരുടെ ഏതെങ്കിലും തനത് കലാരൂപങ്ങളെ ഏതെങ്കിലും സർക്കാരിന്റെ പരിപാടിയിൽ ഇവർ ആദരിച്ചിട്ടുണ്ടോ? അത്തരമൊരു കലാകാരനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല. ഇത് പറയുമ്പോൾ അവർ പറയും റാപ്പ് പാടണം. ഈ സത്യം പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ റാപ്പ് പാടുന്നത് എന്തോ മഹാസംഭവമാണെന്ന് തോന്നുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. എനിക്കറിയാം റാപ്പും ദളിത് പിന്നെ സമൂഹം തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷെ വേറെ പലരും ഉണ്ട്. ഇപ്പം എന്താ പറയുക, ബോബ് മാർലിയും അതുപോലെ തന്നെ മൈക്കിൾ ജാക്സണും ഒക്കെ റാപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മൈക്കിൾ ജാക്സൺ, യഥാർത്ഥത്തിൽ മൈക്കിൾ ജാക്സണും ബോബ് മാർലിയും ഒന്നും റാപ്പ് അല്ല പാടിയത്, പോപ്പ് സംഗീതത്തിന്റെ വേറെ വേർഷനാണ്. അതുപോലും അറിയാതെയാണ് പലരും ഇങ്ങനെ പറയുന്നത്. പിന്നെ അയ്യങ്കാളിയോടൊക്കെ ഉപമിക്കുന്നുണ്ട്. അയ്യങ്കാളി വേറെ ഇപ്പൊ ഞാൻ ചെയ്യട്ടെ, അയ്യങ്കാളിയും അംബേദ്കറും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ അവിടെ ഇൻഫ്ലുവൻസറായി വരുന്ന ഒരാളാണ് ഈ തരത്തിൽ കഞ്ചാവ് അടിക്കുന്ന ഒരാൾ. ഞാനൊരു കാര്യം പറയാം, ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇവരെ മടൽ വെട്ടിയടിച്ചു. സത്യം, തീർച്ചയായും. ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പോ ഇനി ഇത് ജാതി നോക്കിയിട്ടാണെന്നുണ്ട് ഇതിനൊക്കെ താഴെ നല്ല തെറിയാണ്, നല്ല തെറി വരുന്നത്. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു വാർത്ത ചെയ്യുമ്പോൾ തെറി വരുന്നത്. അത് ഈ വേടന്റെ വാർത്ത ചെയ്യുമ്പോഴാണ് സ്ഥിരമായി തെറി വരുന്നത്. അല്ല, അത്തരം ആളുകളോട് വേറെ കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഈ ദളിതർ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളുണ്ട്, അവരെ ചവിട്ടിത്താഴ്ത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതേ ആളുകൾ തന്നെ മറ്റു മനുഷ്യരോട് തെറി വിളിക്കുകയും ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്നത് ബോധ്യത്തിലാണ് എന്നുള്ളതാണ്. നമ്മൾ വിമർശിക്കുമ്പോൾ തിരിച്ചു വിമർശിക്കാം, പക്ഷേ നാക്കറയ്ക്കുന്ന തെറിവെന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു പണ്ട് മുതലേ. ഇവർ ഇങ്ങനെ ആയിപ്പോകാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ ഒപ്രസ്ഡ് ആയ ഒരു തെറി വിളിക്കുന്നത്. പക്ഷെ ഒപ്രസ്ഡ് ആവണം തെറി വിളിക്കണം നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധമില്ല. ഇവര് സത്യം പറഞ്ഞാൽ ഈ വേടന്റെ ആരാധകരുടെ തെറി കാരണം, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള തെറികൾ കേൾക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ വാർത്ത ചെയ്യുമ്പോൾ തെറി കേൾക്കുന്ന ഒരാളല്ല.
പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. നാളെ ഇനി ഈ നാരായണ പണിക്കരോ ഏതെങ്കിലും ശബരിമല തന്ത്രിയോ അങ്ങനെ ഗുരുവായൂരിലെ തന്ത്രിയോ ആരെങ്കിലും കഞ്ചാവ് കൈവശം വെച്ച് പിടിക്കപ്പെട്ടാലും എൻ്റെ നിലപാട് അത് തന്നെയായിരിക്കും. അത് ജാതീയമായ നിലപാടല്ല. അതിലെ നിലപാടെന്ന് പറയുന്നത് ഞാൻ മയക്കുമരുന്നിനെയും അത്തരത്തിലുള്ള ഇൻടോക്സിക്കേറ്റഡ് ആയ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. അത് തെറ്റ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരാളെ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ആളെ സമൂഹത്തിന് നിങ്ങൾ കള്ളു കുടിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തോളൂ, പക്ഷെ സമൂഹത്തിന്റെ മാതൃക എന്ന രീതിയിൽ അവരെ അവതരിപ്പിക്കുന്നത് സർക്കാരിന്റെ പണം, എല്ലാവരുടെയും പണമാണ്, സർക്കാരിന്റെ പണം, എല്ലാവരും ടാക്സ് കൊടുക്കുന്ന പണമാണ്. അത് എടുത്തു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതൊന്നും എനിക്ക് അതാണ് അംഗീകരിക്കാൻ കഴിയാത്തത്. നിങ്ങൾ AKG സെന്ററിന്റെ പൈസ എടുത്ത് AKG സെന്ററിൽ ഒരു പരിപാടി വെച്ച് നിങ്ങൾ പാടിച്ചോളൂ, നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ പേരെ വിളിച്ചോളൂ, നിങ്ങൾ CPM-ന്റെ സ്പോൺസർഷിപ്പിൽ പാടിച്ചോളൂ. ഇതൊന്നും പ്രശ്നം. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചെഗുവേരയും അങ്ങനെ കള്ളും കഞ്ചാവും അടിക്കുന്നവരൊക്കെ മാതൃകയാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമുണ്ടാവില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അത്തരത്തിലുള്ള ആൾക്കാരാണ് സമൂഹത്തിന്റെ മാതൃക എന്ന രീതിയിൽ അത്തരത്തിലുള്ളവർക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യമാണ്. അവിടെ വരുന്ന ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടൊന്നും അല്ല അവിടെ കുട്ടികൾ വരുന്നതെന്നുള്ളതാണ്. കുട്ടികൾക്ക് ഈ സംഗീതം, റാപ്പ്, തുള്ളൽ സംഗീതം ഒക്കെ ഭയങ്കര ഇഷ്ടം. അത് അവരുടെ പ്രായത്തിന്റെ കൂടിയാണ്. പിന്നെ ഈ മയക്കുമരുന്ന് കഞ്ചാവും ഒക്കെ അടിക്കുന്നവർക്ക് കുറച്ച് പ്രശ്നം കൂടും. ആ പ്രശ്നമാണ്, പിരിവിരിപ്പ് കൂടുന്നതിന്റെ പ്രശ്നമാണ് അവിടെ വരുന്നതെന്നാണ് ഞാൻ. അവിടെ വരുന്ന ആളുകൾ ഈ വേദിയിലേക്ക് ചളിവാരി എറിയുമ്പോൾ അവിടെ ഈ എന്താണ് ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകരോടുള്ള പ്രതിഷേധം എവിടെയാണ് തീർക്കുന്നത്? അന്നത്തെ ദിവസത്തെ ജോലിക്ക് പോയിട്ട് അവരുടെ ഉപജീവനം കഴിക്കുന്ന അവിടുത്തെ ഈ സൗണ്ടിന്റെ ജോലിക്കാരുണ്ട്, അവരുടെ സൗണ്ട് സിസ്റ്റം നശിപ്പിച്ചു. ഈ പറയുന്ന വേദിയുടെ പന്തൽ പണിക്കാരുണ്ട്, അവരുടെ ഉപജീവനം നശിപ്പിച്ചു. ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു നല്ല രീതിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരു പാട്ട് കേൾക്കാൻ വരുന്ന ഒരു ഗായകനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നതെങ്കിൽ ആ ഗായകനോട് റെസ്പെക്ട് വേണ്ടേ? ആ ഗായകൻ പങ്കെടുക്കുന്ന പരിപാടികൾ ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? പിന്നെ യേശുദാസ് പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ആരെങ്കിലും വന്ന് പഞ്ചപുച്ഛമടക്കി ഇരിക്കുകയല്ലാതെ നമ്മൾ അങ്ങ് പെർഫോം ചെയ്യുമ്പോൾ നമ്മളത് ആസ്വദിച്ചിരിക്കുകയല്ലാതെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ കൂവാനോ ബഹളം വെക്കാൻ ചെയ്യുമോ? ഇല്ല. അപ്പൊ അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ മാതൃക എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിന്റെ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു പരിപാടിയിൽ സർക്കാരിന്റെ വകുപ്പുകളുടെ പണം അനുസരിച്ച് പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഇത്തരത്തിലുള്ള കഞ്ചാവുകാരെയും അവരെ അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് തന്നെയാണ് നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഇവിടെ വേറൊരു കാര്യം കൂടെ, അതായത് ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് ശബരിമല തന്ത്രിക്കെതിരായി കൊണ്ട് വലിയൊരു പ്രശ്നം വന്നു. ആ സമയത്ത് ആരെങ്കിലും ഈ സവർണനെ ഉപദ്രവിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടോ? തീർച്ചയായും പറഞ്ഞു. അത് മാത്രമല്ല, കിളിരൂർ പോലെ കവിയൂർ പോലുള്ള കേസുകളിൽ 2 പെൺകുട്ടികളെ കെട്ടിത്തൂക്കി നമ്പൂതിരിയുടെ മകളാണ്. അദ്ദേഹം ഒരു ബ്രാഹ്മണനായതുകൊണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടിയോ? അദ്ദേഹത്തെ ഈ പറഞ്ഞതുകൊണ്ട് അയ്യോ ഞങ്ങളെ എന്തോ സവർണനായതുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ല എന്നുണ്ടായോ? ഇല്ലല്ലോ. ഇവിടെ ജാതി അല്ലല്ലോ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു വിലയിരുത്തൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ജാതീയത എന്ന് പറയുന്നൊന്നുമില്ല. കാരണം നമ്മൾ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അറിയാതെ ഒരു വാക്ക് പോലും പറഞ്ഞു പോയാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടികൂടുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോൾ എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും പറയുമ്പോഴും വാർത്ത ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ വളരെ കോൺഷ്യസ് ആയാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരാണ് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ വേടനെ എതിർത്തുകൊണ്ട് എഴുതിയ ആ പോസ്റ്റുകളിലോ അല്ലെങ്കിൽ വേടനെ എതിർത്തുകൊണ്ട് ചെയ്ത വാർത്തകളിലെയോ മറ്റ് രാഷ്ട്രീയ വാർത്തകളിലോ തെറി കമ്പയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രം കുറെ ആൾക്കാർ അവർക്ക് തെറി വിളിക്കാൻ വലിയ പ്രാഗൽഭ്യമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ തെറി വിളിക്കാൻ പ്രാഗൽഭ്യമുള്ള ആളല്ല, തെറി വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. അതുകൊണ്ട് എൻ്റെ ഫ്രസ്ട്രേഷൻ തീരെയല്ല. എനിക്ക് നല്ല മലയാളത്തിൽ സംസാരിക്കാൻ അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലുള്ള തെറിവിളിയിലേക്ക് പോവുകയുമില്ല. തെറി വിളിക്കുന്നവരെ മൈൻഡ് ചെയ്യുകയില്ല, തെറി വിളിക്കുന്നവരുടെ ഭാഗത്തോട്ട് നോക്കുകയില്ല, അവരുടെ വീഡിയോ കാണില്ല. അതാണ് എൻ്റെ ഒരു നേച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെറി വിളിക്കുന്നവർ വെറുതെ എഴുതുന്നില്ല. ഞാൻ ആ കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ കമന്റ് ഒക്കെ കാണും, ബാക്കിയുള്ളത് ഞാൻ വായിക്കാറ് പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് തെറി വിളിച്ച് കമന്റ് ഇട്ടിട്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാമെന്നല്ലാതെ എന്നെ എന്തെങ്കിലും ചെയ്യും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ അല്ല. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും കാലമായിട്ട് കേരളത്തിൽ ജാതി വിവേചനം അവസാനിച്ചിട്ടില്ല എന്ന് ഇവർ തോന്നുന്നുണ്ടെങ്കിൽ CPM-ഉം ഇവിടെ മാറി വരിച്ച കോൺഗ്രസും നരേന്ദ്രമോദി വന്നിട്ടല്ലോ കേരളത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനും CPM-നും ഉണ്ടെങ്കിൽ. അതെ, പക്ഷെ അത് ഇവർ പറയുന്നില്ല. ഇവിടെ സംഖ്യകൾ എന്ത് ചെയ്തു? ഇവിടെ ആ സംഖ്യകൾ അധികാരത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ 3.5 വയസ്സ് മുതൽ ബാലഗോകുലത്തിലൂടെ ഒക്കെ വളർന്നു വന്ന ഒരാളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെയൊക്കെ ബാലഗോകുലത്തിൽ വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇന്ന് BJP-യുടെ RSS-ന്റെ സംഘടനാ സംവിധാനത്തിലുള്ളവരോ ഒന്നും ഏത് ജാതിക്കാരനാണെന്ന് ഞങ്ങളോട് ചിന്തിക്കാറ് പോലുമില്ല. RSS-ന്റെ സംഘടനാ സംവിധാനത്തിൽ പറയുന്നവർ RSS-ന്റെ സംഘടനാ സംവിധാനത്തിലും BJP-യുടെ സംഘടനാ സംവിധാനത്തിലും ഒക്കെ വന്ന്
നോക്കണം, എങ്കിലേ മനസ്സിലാവത്തുള്ളൂ. ആർക്കും ആരുടെയും ജാതി അറിയില്ല എന്നുള്ളത്. പേരിൻ്റെ കൂടെ വാലുള്ള ആരെങ്കിലും ജാതി അറിയാമെന്നല്ലാതെ ഒരാൾക്കും ഒരാളുടെ ജാതി അവിടെ ചോദിക്കില്ല, പറയില്ല, മാറ്റി നിർത്തില്ല, ഒന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ അറിയുന്ന ഏതെങ്കിലും പട്ടികജാതി മോർച്ച അല്ലെങ്കിൽ സംവരണ വാർഡുകളൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇന്ന ആൾ അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലാതെ പോലും മനസ്സിലാവുന്നില്ല. അല്ലെ, അതിലെ ഈ ആദിവാസികൾക്ക് വേണ്ടി വനവാസി കല്യാൺ മഞ്ച് ആരംഭിച്ച ആദ്യത്തെ പ്രസ്ഥാനം RSS ആണ്. എന്നിട്ട് ഇവര് പറയുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇവരെ പിടിച്ച് പിന്നെ പൂജാരിയാക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ആലുവയിലെ തന്ത്രവിദ്യാപീഠം എല്ലാ ജാതികൾക്കും, അതായത് ജാതിയല്ല ബ്രാഹ്മണ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചത് സംഘമാണ്, RSS ആണ്, അല്ലാതെ ഇവിടുത്തെ CPM അല്ല, കോൺഗ്രസ് അല്ല. പക്ഷെ അവരുണ്ടാക്കുന്ന നറേറ്റീവ് അങ്ങനെയാണ്. കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ അടക്കമുള്ളവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുടെ ആകെത്തുകയാണ് ഇന്ന് ഈ ദളിതർ ഇറങ്ങിക്കൊണ്ട് BJP പറയുന്നതിനുള്ള കാരണം. അല്ലാതെ അത്ര വലിയ ദളിത് വിരുദ്ധതയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഉള്ളതായിട്ട് നമ്മൾ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു തന്ത്രം പഠിച്ച് പൂജാരിയായ ഒരാളെ ഒരു തന്ത്രിയാക്കണമെങ്കിലോ ക്ഷേത്രം മേൽ പൂജാരിയാക്കണമെങ്കിലോ അത് BJP അല്ല തീരുമാനിക്കുന്നത്, ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ്. തീരുമാനിക്കട്ടെ. ഇവിടെ ആരെതിർക്കാൻ പോകുന്നു? BJP എതിർക്കാൻ പോകുന്നുണ്ടോ? സംഘം എതിർക്കാൻ പോകുന്നുണ്ടോ? അതിനൊന്നും ഇവർക്ക് ധൈര്യമില്ല. എന്നിട്ട് എല്ലാം സംഘം പറയുന്നു എന്നുള്ള നിലയിലേക്കാക്കി മാറ്റുകയാണ്. RLV രാമകൃഷ്ണൻ ഇവർ എത്രയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ പറയുന്നത് എന്താണ്? വേടനെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നവർ RLV രാമകൃഷ്ണനെ എങ്ങനെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്? അപ്പോ ഇതില് യാതൊരു കാര്യവുമില്ല. ഇതിലിപ്പോ വേടന്റെ കാര്യത്തിൽ പറയുന്നത് വേടൻ ഉന്നയിക്കുന്ന രാഷ്ട്രീയം, വേടൻ എന്ത് രാഷ്ട്രീയം മോദിയെ പറഞ്ഞുണ്ടോ? മോദിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ത്യ മഹാരാജ്യം മുഴുവൻ, ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കി ആക്രമിച്ചിട്ട് ആ ആക്രമണത്തിൽ ഒരു തരിമ്പ് ചെളി പറ്റാതെ ഇന്നും അജയ്യനായി നിൽക്കുന്ന നരേന്ദ്രമോദിയെ പോലെ ഒരാൾക്ക് വേടനാണോ പ്രശ്നം? വേടനൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ വെറും നറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യലാണ്. മാത്രമല്ല ഇവിടെ പരാതി കൊടുക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കപട ദേശീയവാദി എന്ന് വിളിച്ചു, അത് മോദിയാണെന്ന് നിങ്ങളൊക്കെ തീരുമാനിച്ച് പരാതി കൊടുത്തതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, മോദി എന്ന് പറയുന്നുണ്ട്, കപട ദേശീയവാദി മോദി എന്ന് മോദി എന്ന് പറയുന്നിടത്താണ് പരാതി കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വേടനെതിരെ പരാതി കൊടുക്കുമ്പോൾ ഇത്ര കുരു പൊട്ടുന്ന ആർക്കാണ്? ഒരു വിഘടനവാദം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോ NR മധുവിനെതിരെ, കേസരി പത്രാധിപർക്കെതിരെ അത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമല്ലേ? ഈ വരികൾ വിഘടനവാദം NR മധുവിനെതിരെ FIR ഇട്ട് കേസെടുത്തു. അപ്പോൾ NR മധുവിനെയും മോദിയെയും ഒക്കെ എന്തും പറയാം, ഇവിടെ വേടനെ മാത്രം പറയരുതെന്ന് പറയുന്നത് എന്താണ്? വേടൻ എന്താ രാഷ്ട്രപിതാവോ? അല്ല, തീർച്ചയായിട്ടും അത് വേടൻ ഒരു കലാകാരനാണ്, ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ പറയുമ്പോൾ, പാലസ്തീൻ അനുകൂലമായി പറയുമ്പോൾ, രാമക്ഷേത്രത്തിനെതിരായി പറയുമ്പോൾ, മോദിയെ കപട ദേശീയവാദി എന്ന് വിളിക്കുമ്പോൾ ഈ വേടൻ ബാക്കിയെല്ലാം മാറ്റി നിർത്തിക്കോട്ടെ. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന് നമ്മുടെ രാജ്യത്ത് 10-20 ആളുകൾ മരണപ്പെട്ടിട്ട് അതിനെതിരെ ഒരു റാപ്പ് പാടാൻ ഇവന് കഴിഞ്ഞോ? എന്തുകൊണ്ടാണ് കഴിയാത്തത്? അത് കഴിയില്ല, അവിടെയാണ് പ്രശ്നം. അല്ലാതെ BJP എത്ര വേണമെങ്കിലും വിമർശിച്ചോട്ടെ, മോദി വിമർശിച്ചോട്ടെ, പക്ഷെ കപട ദേശീയവാദിയാണ് മോദി എന്ന് പറയുമ്പോ അത് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അല്ല, മോദിയുടെ ദേശീയവാദം, ദേശീയതയെ അളക്കാൻ ഇവൻ ആരാണെന്ന് ചോദ്യമുണ്ട്. മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പത്ത് വരെയാണ് നമ്മൾ സാധനം. അതെ, ഒരാളുടെ ദേശീയതയൊന്നും അളക്കാൻ നരേന്ദ്രമോദി ഏതാണ്ട് ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് തെളിവുകൾ എന്തെങ്കിലും കയ്യിലുണ്ടോ? പിന്നെ എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വെറും രാഷ്ട്രീയമാണ്. അതുമാത്രമല്ല, ഇങ്ങനെ കുറേ കള്ളും കഞ്ചാവുകാരും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ CPM ഒരു OPM പോലെയാണ്. അതുപോലെ ഈ കള്ളും കഞ്ചാവുകാരും ഉണ്ടെങ്കിൽ CPM കുറച്ചു കാലം പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാതെ അതുകൊണ്ട് തന്നെ എല്ലാവരും കഞ്ചാവ് അടിക്കേണ്ടതും എല്ലാവരും കള്ളു കുടിക്കേണ്ടതും ഒക്കെ ഇങ്ങനത്തെ ചിലരുടെ ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾക്ക് കോപ്പ് കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോളേജുകളിൽ പോലും കുട്ടികളെ വിടുമ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മക്കൾ പുരോഗമനം കാരണം വഴിതെറ്റി പോകാതെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ വീട്ടിൽ കിട്ടണം, നിങ്ങൾക്ക് നല്ല സംസ്കാര സമ്പന്നരായി നിങ്ങളുടെ മക്കൾ വളർത്തണമെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ SFI പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞു വിടരുത്. ആരെങ്കിലും പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിച്ചോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ വേണമെങ്കിൽ. ചേച്ചി, പുരോഗമനം എന്ന് പറയുന്നത് കൽപ്പന ചൗളയെ പോലെ, സുനിത വില്യംസിനെ പോലെ, സോഫിയ ഖുറേഷിയെ പോലെ, ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പോലുള്ള ആളുകൾ പുരോഗമനം. അതിന് പകരം ഇവിടുത്തെ പുരോഗമനവാദികൾ ആരാ? രഹന ഫാത്തിമ, രശ്മി നായർ, ഇതൊക്കെയാണ് പുരോഗമനവാദികളുടെ കണക്കൂട്ടലായി ഇവർ കഴിയും. ഏതായാലും ഇത്തരത്തിലുള്ള പുരോഗമനത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അവരവരുടെ പുരോഗമനവുമായി മുന്നോട്ട് പോകട്ടെ, അതിന് ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ മോദി ആക്ഷേപിക്കുമ്പോൾ, അതിന് പരാതി കൊടുക്കുമ്പോൾ, അതിന് വേറൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതി കൊടുക്കുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അത് ശരിയല്ല. BJPയിലോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലോ അത്തരം ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ BJP തന്നെ വ്യക്തമാക്കട്ടെ. ഏതായാലും അത്തരം അഭിപ്രായങ്ങൾ ഇതുവരെ പുറത്തു വരാത്ത സ്ഥിതിക്ക് അത്തരം ഒരു അഭിപ്രായമില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. BJPയുടെയും RSSന്റെയും സംഘടനാ സംവിധാനത്തെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി മാധ്യമങ്ങൾ പഠിക്കുന്നത് നന്നാവും. മാധ്യമങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട്, അതാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ അജണ്ടയുടെ കൂടി ഭാഗമായിരിക്കും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എന്നാണ് തോന്നുന്നത്.